ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഇന്നത്തെയും പോലെ എല്ലാ ആഴ്ചത്തെയും പോലെ നമ്മളിന്നും സൺഡേ സ്കൂൾ പഠിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് റെഡിയായിട്ടിരിക്കുക, ബൈബിളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് റെഡിയായിട്ടിരിക്കുക. നമുക്കതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നേ? എല്ലാ ആഴ്ചയിലും എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണടച്ച് ഇരിക്കുക, പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുപാദപീഠത്തിലേക്ക് അടിയൻ ഈ പൈതങ്ങളുമായി കടന്നു വരുന്നു. ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ സൂക്ഷിക്കണമേ. അവർക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും എല്ലാം നൽകിക്കൊടുത്തവരെ മാനിക്കണമേ. അവരുടെ പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സൂക്ഷിക്കണമേ, സൗഖ്യത്തോടെ കാത്തു സൂക്ഷിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ വചനം പഠിക്കാൻ പോകുന്നു. ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാക്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ചയൊക്കെ പഠിച്ച വാക്യങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പം നമുക്ക് ഈ ആഴ്ച നമുക്ക് പുതിയൊരു വാക്യം പഠിക്കാം. അതിനൊക്കെ നമുക്ക് എല്ലാവരും ബൈബിളെടുത്ത് സങ്കീർത്തനം 119:6 119-ൻ്റെ 6-ാം വാക്യമാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ബൈബിളെടുത്ത് സങ്കീർത്തനം എടുത്ത് തുറന്നിട്ട് വായിച്ചേ എല്ലാവരും. ഞാനൊന്ന് വായിക്കാം. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ഇതാണ് നമ്മൾ ഈ ആഴ്ചത്തെ നമ്മുടെ വാക്യം. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സകല കൽപ്പനകൾ, എന്തൊക്കെ ദൈവം നമ്മളോട് അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുസരിക്കുന്നിടത്തോളം കാലം നമ്മൾ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല എന്നാണ് ഈ വാക്യത്തിൻ്റെ മീനിങ്. അപ്പോൾ എല്ലാവരും പഠിച്ചല്ലോ. സങ്കീർത്തനം 119-ൻ്റെ 6-ാം വാക്യം, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം കാലം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ പാഠത്തിൻ്റെ പേരാണ് യോസഫും യാക്കോബും. യോസഫും യാക്കോബും ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കാര്യം തന്നെയാണ്. അപ്പോൾ യോസഫ് എന്ന് പറഞ്ഞാൽ മകൻ, യാക്കോബ് എന്ന് പറഞ്ഞാൽ യോസഫിൻ്റെ അപ്പൻ. അപ്പം ഇവർ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന കഴിവുണ്ടെന്ന് നമ്മൾ പഠിച്ചു. യോസഫിനെ അവൻ്റെ സഹോദരന്മാർ ഇസ്മായിലിയർക്ക് വിറ്റു. അതിനുശേഷം പോത്തിഫറിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ പോത്തിഫറിൻ്റെ വീട്ടിൽ വന്ന് അവൻ ചെല്ലുന്നിടത്തെല്ലാം അവനെ ഉന്നതമായ അധികാരത്തിലാക്കും. കാരണം എന്തോ, അവൻ നല്ല വിശ്വസ്തനും അനുസരണമുള്ളവനായതുകൊണ്ട് അവിടെ ഉള്ളവർക്ക്, ചെല്ലുന്നിടത്തുള്ളവർക്കെല്ലാം അങ്ങ് ഇഷ്ടപ്പെടും. അങ്ങനെ ഇരിക്കുകയാണ് പോത്തിഫറിൻ്റെ ഭാര്യ മൂലം അവൻ ജയിലിലായതും. ജയിലിൽ ചെന്നപ്പോൾ 2 പേര് ജയിലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ട സ്വപ്നം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അവർ പുറത്തിറങ്ങുകയും ചെയ്തതിന് ശേഷം പിന്നെ രാജാവ് കണ്ട ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് യോസഫിന് ജയിലിൽ നിന്ന് വെളി വരാൻ പറ്റിയത്. അപ്പം യോസഫ് മിസ്രൈമിലെ ഭയങ്കര വലിയ മേലധികാരിയൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെയൊക്കെ ആരുടെയൊക്കെ പപ്പാമാർ ഗൾഫിലോ അല്ലെങ്കിൽ വെളി രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ട്? കുറേ പേരുടെയൊക്കെ ഉണ്ടല്ലേ. അപ്പം കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ഇവർ തിരിച്ചു വരുന്നത്. ഈ തിരിച്ചു വന്നു കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ലേ? നിങ്ങൾ ആദ്യം കാണുമ്പോൾ എന്തോ ചെയ്യുന്നത്? പപ്പയെ ഒത്തിരി നാൾ, അല്ല ഡാഡിയെ ഒത്തിരി നാൾ കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. ഭയങ്കര സന്തോഷമല്ലേ? അതുപോലെ യോസഫിൻ്റെ അപ്പനായ യാക്കോബിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഉണ്ടായ സംഭവമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ യോസഫ് അവിടുത്തെ
മിസ്രൈമിലെ ഏറ്റവും വലിയ മേലധികാരി ആയിരിക്കുന്നു. പക്ഷേ മിസ്രൈമിലെ മേലധികാരിയാണെന്നും യോസഫ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും യാക്കോബിനും യോസഫിൻ്റെ പിന്നെ സഹോദരങ്ങൾക്കും ഒന്നും ഇതുവരെ അറിയത്തില്ല. യോസഫ് രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതിനകത്ത് 7 വർഷം സമൃദ്ധിയും 7 വർഷം ക്ഷാമമുള്ള വർഷങ്ങൾ വരുന്നു എന്നാണ് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം യോസഫ് വ്യാഖ്യാനിച്ചത്. യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചതുപോലെ തന്നെ നടന്നു. 7 വർഷം നല്ല സമൃദ്ധി ഉണ്ടായി ആ രാജ്യത്ത്. ആ സമയത്ത് അടുത്ത 7 വർഷം ക്ഷാമം വരുമെന്നുള്ളത് ദൈവം നേരത്തെ കാണിച്ചതുകൊണ്ട്, രാജാവിനെ കാണിച്ചുകൊണ്ട് അവർ അതിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ അവർ ചെയ്തു. എന്ത് ചെയ്തേ? ധാന്യങ്ങളെല്ലാം ശേഖരിച്ച് അടുത്ത 7 വർഷത്തേക്കെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് വേണ്ടുന്ന സകല കാര്യങ്ങളും യോസഫിൻ്റെ മേൽനോട്ടത്തിൽ ശേഖരിച്ച് വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ യാക്കോബ് താമസിച്ചിരുന്ന കനാൻ ദേശത്തും വലിയ ക്ഷാമം ഉണ്ടായി. മിസ്രൈം ദേശത്തും ഭയങ്കര ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായപ്പം യാക്കോബും സഹോദരങ്ങളും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഭയങ്കര ക്ഷാമം. അപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, മിസ്രൈമിൽ ധാന്യങ്ങളുണ്ട്, അവിടെ ചെന്ന് പൈസ കൊടുത്താൽ നമുക്ക് ഇത് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും എന്ന് യാക്കോബും യോസഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ യാക്കോബ് എന്താ ചെയ്തേ? യോസഫിൻ്റെ സഹോദരങ്ങൾ ഇത്രയും പേരില്ലേ, അത്രയും പേരെയും ഓരോ ചാക്കും അതിനുള്ള ആവശ്യമുള്ള പാത്രങ്ങളും എല്ലാം പൈസയുമായിട്ട് ഇവരെ മിസ്രൈമിലേക്ക് വിടുകയാണ് യാക്കോബ്. അങ്ങനെ ഈ സഹോദരങ്ങൾ മിസ്രൈമിലേക്ക് കടന്നു വന്നു. അപ്പം ദേശത്തെല്ലാം ഭയങ്കര ക്ഷാമമായി. അങ്ങനെ സഹോദരന്മാർ വന്ന് ധാന്യം വാങ്ങാനായിട്ട് മിസ്രൈമിൽ യോസഫിൻ്റെ മുമ്പാകെ വന്ന് നിന്നു. ആരുടെ മുമ്പാകെയാ ഈ സഹോദരങ്ങൾ വന്ന് നിൽക്കുന്നേ? പണ്ട് യോസഫ് കണ്ട സ്വപ്നം നമ്മൾ പഠിച്ചു. കറ്റകൾ നിവർന്ന് നിന്നു. അപ്പോൾ ബാക്കിയുള്ള കറ്റകളെല്ലാം വീണിട്ട് യോസഫിൻ്റെ കറ്റ മാത്രം നിവർന്ന് നിന്നപ്പോൾ ഇവർ നമസ്കരിക്കുന്നതായിട്ടുള്ള സ്വപ്നമല്ലേ കണ്ടത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? യോസഫ് എന്ന മേലധികാരിയുടെ മുന്നിൽ വന്ന് ഈ സഹോദരങ്ങൾ മുഴുവൻ വന്ന് നിൽക്കുക. എന്തിനു വേണ്ടി? ധാന്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് യോസഫിന് ഇവരെ മനസ്സിലായി. പക്ഷേ യോസഫ് അന്നേരം പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞില്ല. എന്നിട്ട് ഇവർക്ക് ആവശ്യമായ ധാന്യങ്ങളെല്ലാം യോസഫ് ഇവർക്ക് കൊടുത്തതിന് ശേഷം ഇവർ കൊണ്ടുവന്ന പൈസയുണ്ടല്ലോ, ആ ദ്രവ്യം എന്ന് പറയും, ആ പൈസ ഫുള്ള് ഈ ചാക്കിനകത്ത് തന്നെ കെട്ടി അവർക്ക് തിരിച്ചു കൊടുത്തു വിട്ടു. അങ്ങനെ അവർ വീട്ടിൽ പോയിട്ട് അന്നേരം എല്ലാം യോസഫ് ഇവരെ അറിയാത്ത ഭാവം തന്നെ നടിച്ചു. എന്ത് നല്ല യോസഫല്ലേ! ഇത്രയൊക്കെ യോസഫിനെതിരെ ചെയ്തിട്ടും യോസഫ് ആ സഹോദരങ്ങളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറി. ഇതൊക്കെ തന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ ആ ധാന്യങ്ങൾ കൊണ്ടെല്ലാം വീട്ടിൽ പോയിട്ട് ആ ധാന്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവർ മിസ്രൈമിലേക്ക് ധാന്യം വാങ്ങിക്കാൻ വേണ്ടി തിരിച്ചു വന്നത് ആരെയും കൊണ്ടാണ്? യോസഫിൻ്റെ അനിയനായ ബെന്യാമിനെയും കൊണ്ടാണ് പിന്നെയും തിരിച്ചു വന്നത്. ബെന്യാമിനെ കണ്ടപ്പോഴത്തേക്കും പിന്നെയും യോസഫിൻ്റെ അടുത്തേക്കാണ് വന്നത്. ബെന്യാമിനെ കണ്ടപ്പോഴത്തേക്കും യോസഫിന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴത്തേക്കും യോസഫ് വിചാരിച്ചു, ഇനി ഞാൻ യോസഫാ, നിങ്ങൾ പണ്ട് ഇസ്മായിലിയർക്ക് വിറ്റ് കളഞ്ഞ യോസഫാണ് ഞാൻ, നിങ്ങളുടെ സഹോദരനാണ് എന്ന്, നിങ്ങൾ ദൈവമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. എല്ലാം ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചു. സഹോദരന്മാരോട് അറിയിച്ചപ്പോൾ സഹോദരന്മാരുടെ എന്തായിരിക്കും അവരുടെ പ്രതികരണം, അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ദൈവമേ, ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞ് അപ്പനോട് എന്ന് പറഞ്ഞ് ഇവൻ ഇപ്പോഴും ജീവനോടിരുന്ന്, അതും മിസ്രൈമിലെ ഏറ്റവും വലിയ മേലധികാരിയായി മാറി ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും സഹോദരന്മാരുടെ ഉള്ളിൽ ഭയവും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായി. ഈ സങ്കടമൊക്കെ ഉണ്ടായപ്പോൾ അത് യോസഫിന് മനസ്സിലാവുന്നുണ്ടേ. അപ്പോൾ യോസഫ് അവരോട് ഭയങ്കര സ്നേഹത്തോടും ഭയങ്കര സന്തോഷത്തോടും കൂടെ പെരുമാറി കഴിഞ്ഞിട്ട്, അപ്പനെ എനിക്ക് കാണണം, അപ്പനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളോട് പറഞ്ഞു, അപ്പനെ എനിക്ക് കാണണം, ജീവനോടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അന്ന് വലിയ വണ്ടികളോ അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ, അന്ന് രഥങ്ങളാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ രഥങ്ങളും ഒക്കെ കൊടുത്തു വിട്ടു. അങ്ങനെ അവർ വീണ്ടും വീട്ടിൽ ചെന്ന് യാക്കോബിനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു.
അപ്പൻ്റെ മോൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവിടുത്തെ മേലധികാരിയാണ്, അപ്പന് വരാൻ വേണ്ടി രഥങ്ങൾ അയച്ചിരിക്കുകയാണ്. അപ്പൻ ഒരുങ്ങി റെഡിയായി ഈ മക്കളുടെ കൂടെ കനാൻ ദേശത്ത് നിന്ന് ഈ വൃദ്ധന ഒത്തിരി പ്രായമുണ്ട് യാക്കോബിന്, അതുകൊണ്ടാണ് വാഹനം അയച്ചത്. അങ്ങനെ അവർ മിസ്രൈമിലേക്ക് വന്നു. യോസഫ് പിതാവിനെ കണ്ടപ്പം തന്നെ, നമ്മൾ ഒത്തിരി നാളിന് ശേഷം കാണുമ്പോൾ നമ്മുടെ അപ്പനെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയോ. യോസഫ് അതുപോലെ ചെയ്ത്. യോസഫ് യാക്കോബിനെ കണ്ടപ്പം സന്തോഷം കൊണ്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു, ഒത്തിരി നേരം നിന്ന് കരഞ്ഞു. എന്നിട്ട് ഇവരെല്ലാവരെയും കണ്ടപ്പോഴത്തേക്കും ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തി, ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. അപ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ലൈഫിലും, നമ്മുടെ ജീവിതത്തിലും. ചിലപ്പോൾ നമ്മളെ ദ്രോഹിക്കുന്നവർ കാണും, നമ്മളെ വിഷമിപ്പിക്കുന്നവർ കാണും. പക്ഷേ അവരോടൊക്കെ നമ്മൾ സ്നേഹത്തോടെ പെരുമാറി, നമ്മൾ പകയില്ലാതെ ശത്രുതയില്ലാതെ നമ്മൾ അവരോടൊക്കെ പെരുമാറിയാൽ എന്ത് പറ്റും? ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കും. ഇതിപ്പം ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ലെസൺ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോസഫിൻ്റെ സഹോദരന്മാർ താമസിച്ചിരുന്നത് എവിടെയാണ്? ഏത് ദേശത്തു നിന്ന് അവർ മിസ്രൈമിലേക്ക് വന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കനാൻ ദേശം. കനാൻ ദേശത്തു നിന്നാണ് മിസ്രൈമിലേക്ക് യോസഫിൻ്റെ സഹോദരങ്ങൾ ധാന്യം വാങ്ങിക്കാൻ വേണ്ടി വന്നത്. യോസഫിൻ്റെ സഹോദരന്മാർ മിസ്രൈമിലേക്ക് പോയത് എന്തിനാ? അവിടെ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അവരുടെ ആഹാരമൊക്കെ തീർന്നപ്പം ഇവിടെ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ ചാക്കുകെട്ടുകളുമായിട്ട് ധാന്യം വാങ്ങിക്കാനാണ് മിസ്രൈമിലേക്ക് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ യോസഫിനെ ഇഷ്ടപ്പെടുന്നുവോ? അതെന്തുകൊണ്ടാ? യോസഫിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? യോസഫിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? യോസഫ് ആ ശത്രുക്കളെ പോലെ സഹോദരങ്ങൾ പെരുമാറിയിട്ട് കൂടി അവരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയ ഒരു വ്യക്തിയാണ്. അതുപോലെ പെരുമാറാൻ നമുക്കും കഴിയണേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ആ യോസഫിനെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഉള്ള അനുസരണമുള്ള സ്നേഹിക്കുന്ന യോസഫിനെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യോസഫിൻ്റെ ഇളയ സഹോദരൻ ആരാണ്? ഞാൻ പറഞ്ഞിരുന്നു, രണ്ടാമത് അവർ ധാന്യം വാങ്ങിക്കാൻ വന്നപ്പോൾ അവർ ഇളയ സഹോദരനെയും കൊണ്ടാണ് വന്നതെന്ന്. ആ സഹോദരൻ്റെ പേരാണ് ബെന്യാമീൻ. ഓക്കെ, അപ്പോൾ എല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പം ഈ ലെസൺ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളെ, നമുക്കിന്നൊരു പാട്ട് പഠിക്കാം. നമുക്കൊരു ഇംഗ്ലീഷ് പാട്ടാണ് ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്നുമല്ല, പക്ഷേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തോട്, നമുക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, പിന്നെ ദൈവത്തെ ഉയർത്തുന്നതിലൂടെ, ദൈവത്തെ പുകഴ്ത്തുന്നതിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ആ അർത്ഥം വരുന്ന ഒരു പാട്ടാണ് ഞാനിന്ന് പാടാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് എഴുതിയെടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഞാനൊന്ന് വായിക്കാം. I am so little, but I can do. I am so little, but I can do something to please God. Something to please God. അടുത്തത്, praying to God, that's I can do. I can pray to God. അടുത്ത stanza, preaching the gospel, that's I can do. I can preach the God. അടുത്ത stanza, praising the God, that's I can do. I can praise the God. എല്ലാവരും എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വട്ടം പാടാം.
I'm so little, but I can do something, please, to God. I'm so little, but I can do something to please God. മനസ്സിലായോ? ആദ്യത്തെ ലൈൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് praying to God, that's I can do. I can pray to God. I'm so little, but I can do something to please God. I'm so little, but I can do something to please God. Preaching the gospel, that's I can do. I can preach the God. I'm so little, but I can do something to please God. I'm so little, but I can do something to please God. Praising the God, that's I can do. I can praise the God. I'm so little, but I can do something please to God. I'm so little, but I can do something please to God. പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പഠിക്കുമല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.